KB ഗണേഷ് കുമാർ ബിന്ദുവിനെ വിളിച്ചിരിക്കുന്നു, ക്ഷമാപണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നു. അക്കാര്യങ്ങളൊക്കെ തന്നെ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. രാത്രി ഹസ്ബൻഡ് മിനിസ്റ്റർ എന്റെ സിസ്റ്ററോട് സംസാരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം, ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞു, ശരി തെറ്റ് പറ്റി. ഇയാള് പറഞ്ഞു ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? 112 വിളിച്ച് പരാതി പറഞ്ഞു. ആർക്കും വിളിച്ചൂടെ? വട്ടുമൂത്താൻ ആർക്കും പറയാം. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ എന്റെ ആ ഒരു ഇമോഷണൽ ഔട്ട് ബസ്റ്റിൽ ഞാനൊരു പേഴ്സണൽ ഇത് ചെയ്തതാണ്. കേട്ടല്ലോ ഈ നിൽക്കുന്ന ഹരി എങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു പോലീസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി ഒരു പോലീസ് കംപ്ലൈന്റ് ഞാൻ എന്റെ വീട്ടിലല്ലേ, ഇനി ഞങ്ങൾ പറഞ്ഞു തീർത്ത്. നീ ആരടി എന്റെ കെട്ടിയെടുത്തല്ലേ തൂക്കി എടുത്ത് അറിയാട്ടോ രണ്ടിനെ. 13 years ആയി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റും. ഇത് പറയാനാ സാർ ഞാൻ വന്നു. ഫ്ലാഷ് ബാക്ക്. ഒരു ബെഡ്റൂമിൽ പോയി കണ്ടത് അത്ര മോശത്തിനെക്കാട്ടും എന്നിൽ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? മന്ത്രി പബ്ലിക്കിനോട് ക്ഷമാപണം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഭർത്താവ് ദുഷ്ടനാ, വഞ്ചകനാ, അത് ഞാൻ സഹിച്ചോളാം. അത് വേണ്ടേ യഥാർത്ഥത്തിൽ? അതാ ഞാൻ ചോദിച്ചു, അതും കൂടി വേണ്ടേ? യോഗ്യത അളക്കാൻ ഞാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതാരും സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോ? തോന്നുന്നില്ല, കാരണം ഞാനാണ് കൂടെ ജീവിക്കേണ്ടതുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമ ചോദിച്ചാൽ മതി. അതാണ് സ്പിരിറ്റ്. കണ്ട വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. ഞാൻ എല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ്. സാർ ഇങ്ങനെ സംശയിച്ച് ഞങ്ങളുടെ പ്രണയത്തെ കളങ്കപ്പെടുത്തരുത്. അന്ന് നടന്ന കാര്യങ്ങളും പറഞ്ഞതൊക്കെ ശരിയാണ്. ഇനി ബാക്കി അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള ലൈനാണെന്ന് തോന്നുന്നു അല്ലെ? ബാക്കി ഇനി ഒന്നുമില്ലല്ലോ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇനി ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇതിനെക്കുറിച്ച് എന്റെ ലൈഫിനെ കുറിച്ച് ഞാനൊന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാം. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ.